Hello everyone, welcome back to my video. ഇന്ന് നമുക്ക് CPTയിലെ ഐ ആൻഡ് ഇയർ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് എടുക്കാം. ഈ രണ്ട് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. പക്ഷെ നമുക്ക് യൂഷ്വലി CPCക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് രണ്ടും മിക്സപ്പ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. First question, a procedure in which corneal tissue from a donor is frozen, reshaped and implanted into the anterior corneal stroma of the recipient to modify refractive error. Option A 65710, option B 65760, option C 65765 and option D 65770. സോ ഇവിടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് കോർണിയൽ ടിഷ്യൂ ഫ്രം എ ഡോണർ എടുത്ത് അതിനെ ഫ്രോസൺ ആക്കി റീഷേപ്പ് ചെയ്ത് റെസിപ്പിയൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രൊസീജിയറാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു കെരാട്ടോപ്ലാസ്റ്റിയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ റിഫ്രാക്റ്റീവ് എററിന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കെരാട്ടോപ്ലാസ്റ്റി ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ 65710 കെരാട്ടോപ്ലാസ്റ്റി കോർണിയൽ ട്രാൻസ്പ്ലാന്റ് ആൻറ്റീരിയർ ലമെല്ലാർ ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 65760 ദാറ്റ് ഈസ് കെരാട്ടോമൈല്യൂസിസ് വിച്ച് ഇസ് ദ റീഷേപ്പിംഗ് ഓഫ് കോർണിയ ആണ്. ആൻഡ് ഓപ്ഷൻ സി 65765 എന്ന് പറയുന്നത് കെരാട്ടോഫാക്കിയ which is a type of keratoplasty in which corneal tissue from a donor is transplanted to modify the refractive error. അതായത് ഒരു ഡോണറിൽ നിന്ന് കോർണിയൽ ടിഷ്യൂ എടുത്ത് റെസിപ്പിയൻറ്റിൻ്റെ റിഫ്രാക്റ്റീവ് എററിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പ്ലേസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ ചെയ്യുന്ന കെരാട്ടോപ്ലാസ്റ്റിനെ പറയുന്ന പേരാണ് കെരാട്ടോഫാക്കിയ. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ ഡി 65770 എന്ന് പറയുന്നത് കെരാട്ടോപ്രോസ്തസിസ് ആണ്. ദാറ്റ് ഇസ് റീപ്ലേസ്മെൻറ്റ് വിത്ത് ആർട്ടിഫിഷ്യൽ കോർണിയാണ്. ഒരു ആർട്ടിഫിഷ്യൽ കോർണിയ യൂസ് ചെയ്തിട്ട് കോർണിയയുടെ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതാണ് 65770. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ എയും സിയും രണ്ടും എന്താണ് കോർണിയൽ ടിഷ്യൂവിനെ ഡോണറിൽ നിന്ന് എടുത്ത് റെസിപ്പിയൻറ്റിലേക്ക് വെക്കുന്നതാണ്. പക്ഷേ ഈ രണ്ട് കോഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 65710 തൊട്ട് 65757 വരെയുള്ള കോഡുകൾ എന്ന് പറയുന്നത് കോർണിയയ്ക്ക് ഏതെങ്കിലും ഡിസീസോ അല്ലെങ്കിൽ ഒരു ഡാമേജ് പറ്റിയിട്ട് ചെയ്യുന്ന കെരാട്ടോപ്ലാസ്റ്റിയുടെ കോഡുകളാണ്. അതായത് ഡാമേജ്ഡ് അല്ലെങ്കിൽ ഡിസീസ്ഡ് കോർണിയയുടെ ട്രാൻസ്പ്ലാന്റേഷൻ അതിൻ്റെ റിപ്പയർ ആണ് നമുക്ക് ആദ്യത്തെ സെക്ഷനിലുള്ള. പിന്നെ നമുക്ക് അതർ പ്രൊസീജിയേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന 65760 765 767 770 ഒക്കെ എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു റിഫ്രാക്റ്റീവ് എററിനെ കറക്റ്റ് ചെയ്യാനായിട്ട് കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ കൊടുക്കുന്ന കോഡുകളാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ റിഫ്രാക്റ്റീവ് എറർ ആണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഡോണറിൽ നിന്ന് ഒരു കോർണിയൽ ടിഷ്യൂ എടുത്ത് റെസിപ്പിയൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്ക് എയും സിയും ആണ് ഇവിടെ കൺഫ്യൂഷൻ വരേണ്ടതുള്ളൂ. ഓപ്ഷൻ ഡിയിൽ എന്താ ഒരു ആർട്ടിഫിഷ്യൽ കോർണിയ യൂസ് ചെയ്യുന്ന കാര്യം പറയുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ കോർണിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഡോണറിൻ്റെ ഒന്നും ആവശ്യമില്ല, ആർട്ടിഫിഷ്യലി മെയ്ഡപ്പ് ആയിട്ടുള്ള ഒരു കോർണിയൽ ടിഷ്യൂ ആയിരിക്കും. സോ ഡി എലിമിനേറ്റ് ചെയ്യാം. ഇനി ബി എന്ന് പറയുന്നത് 760 ആണ്. ദാറ്റ് ഇസ് റീഷേപ്പിംഗ് ദ കോർണിയ ആണ്. ഇവിടെ റീഷേപ്പിംഗ് അല്ല, ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത്, ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയാണ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ ആൻസർ ഇസ് ഓപ്ഷൻ സി 65765 കെരാട്ടോഫാക്കിയ. ദാറ്റ് ഇസ് ഒരു കെരാട്ടോപ്ലാസ്റ്റി ഇൻ വിച്ച് കോർണിയൽ ടിഷ്യൂ ഫ്രം ഡോണർ ഇസ് ട്രാൻസ്പ്ലാന്റഡ് ടു മോഡിഫൈ ദി റിഫ്രാക്റ്റീവ് എറർ. ഈ ഒരു റിഫ്രാക്റ്റീവ് എറർ കറക്റ്റ് ചെയ്യാനാണ് ഇവിടെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. Next question, a 65-year-old patient presented with ectropion of the right lower eyelid. Repair with tarsal wedge excision is performed for correction. Attention was then directed to the left eye. The patient also had an ectropion of the left lower lid which was repaired by suture repair. Called this procedure. Option A 67916 modifier 50. Option B 67916 E4, 67914 E2, C 67914 modifier 50, option D 67923 E4, 67921 E2. ഇവിടെ പേഷ്യൻ്റ് വന്നിട്ടുള്ളത് എക്ട്രോപ്പിയോൺ ഓഫ് ദി റൈറ്റ് ലോവർ ലിഡ് ആണ്. എക്ട്രോപ്പിയോൺ എന്ന് പറയുന്നത് ഐലിഡ് കേളിംഗ് ഔട്ട്സൈഡ് ആണ്.
സോ ഇവിടെ പേഷ്യൻറ്റിൻ്റെ റൈറ്റ് ലോവർ ഐലിഡിൻ്റെ ഐലിഡ്സ് ഒക്കെ കേളിങ് ഔട്ട്സൈഡ് ആണ്. അങ്ങനെയാണ് ആ ഒരു കണ്ടീഷൻ ഉള്ളത്. അതാണ് എക്ട്രോപ്പിയോൺ. അപ്പോൾ അതിനെ റിപ്പയർ ചെയ്യാനായിട്ട് ടാസൽ വെഡ്ജ് എക്സിഷൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കുന്നത് ലെഫ്റ്റ് ഐയുടെ കേസാണ്. അപ്പോൾ ലെഫ്റ്റ് ലോവർ ലിഡിലും എക്ട്രോപ്പിയോൺ ആണ്. അതിനെ റിപ്പയർ ചെയ്തത് സ്യൂച്ചർ റിപ്പയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഐ പറയുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് ബൈലാറ്ററൽ എന്ന് മോഡിഫയർ 50 എടുത്ത് കൊടുക്കാൻ പാടില്ല. കാരണം ഇവിടെ രണ്ടും 2 ഐ ആണ്. ഒരെണ്ണത്തിൽ റൈറ്റ് ലോവർ ലിഡും ഒരെണ്ണത്തിൽ ലെഫ്റ്റ് ലോവർ ലിഡും ആണ്. അപ്പോൾ നമുക്ക് ഈ ഐലിഡിൻ്റെ ഒക്കെ കേസിൽ നമുക്ക് ഡിഫറെൻറ്റ് മോഡിഫയേഴ്സ് ഉണ്ട്. E1, E2, E3, E4, അതായത് ഓരോന്നിനെയും കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് റൈറ്റ് ഐയിൽ ചെയ്തിട്ടുള്ളത് ടാസൽ വെഡ്ജ് എക്സിഷനും ലെഫ്റ്റ് ഐയിൽ ചെയ്തിട്ടുള്ളത് സ്യൂച്ചർ റിപ്പയറും ആണ്. അപ്പോൾ രണ്ടും 2 ടൈപ്പ് ഓഫ് പ്രൊസീജിയേഴ്സും ആണ്. 2 ഐയിലുമാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മോഡിഫയർ 50 അപ്പൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. റൈറ്റ് ഐ ലോവർ ലിഡിൽ ഏതാണോ പെർഫോം ചെയ്തിട്ടുള്ളത് അത് അതിനപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ലെഫ്റ്റ് ഐയിലെ പ്രൊസീജിയറിനും ലെഫ്റ്റ് ഐ എന്നുള്ള മോഡിഫയർ ഇട്ട് കൊടുക്കുക. സോ ഇനി ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എയിലും സിയിലും നമുക്ക് മോഡിഫയർ 50 അപ്പൻഡ് ചെയ്തിട്ടുള്ളത് കാണാം. സോ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. കാരണം നമുക്ക് ബൈലാറ്ററൽ പ്രൊസീജിയറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. 2 ഐയിലും 2 ടൈപ്പ് ഓഫ് പ്രൊസീജിയർ ആണ് പെർഫോം ചെയ്തിട്ടുള്ളത്. സോ എയും സിയും എലിമിനേറ്റ് ചെയ്യുക. ഇനി ബിയിലെയും ഡിയിലെയും കോഡുകൾ നോക്കുക. ഓപ്ഷൻ ബിയിലെ ഫസ്റ്റ് കോഡ് 67916, ദാറ്റ് ഇസ് റിപ്പയർ ഓഫ് എക്ട്രോപ്പിയോൺ എക്സിഷൻ ടാസൽ വെഡ്ജ് ആണ്. സോ ദ പ്രൊസീജിയർ ഇസ് കറക്റ്റ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ കൊടുത്തിട്ടുള്ള E4 എന്നുള്ള മോഡിഫയർ എന്താണെന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ CPT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റത്തെ പേജിൽ ഫസ്റ്റ് ലീഫിൽ തന്നെ നമുക്ക് മോഡിഫയേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹിക്പിക് മോഡിഫയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ E4 എന്ന് പറയുന്നത് ലോവർ റൈറ്റ് ഐലിഡ് ആണ്. സോ നമ്മുടെ റൈറ്റ് ലോവർ ഐലിഡിൽ പെർഫോം ചെയ്തിട്ടുള്ളത് ടാസൽ വെഡ്ജ് എക്സിഷൻ തന്നെയാണ്. സോ ആ ഒരു കോഡ് കറക്റ്റ് ആണ്. ഇനി സെക്കൻഡ് കോഡ് 67914, ദാറ്റ് ഈസ് റിപ്പയർ ഓഫ് എക്ട്രോപ്പിയോൺ സ്യൂച്ചർ ദാറ്റ് ആൻഡ് E2 എന്ന് പറയുന്നത് ലോവർ ലെഫ്റ്റ് ഐലിഡ് ആണ്. സോ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഓപ്ഷൻ ഡിയും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കുക. 67923 എന്ന് പറയുന്നത് റിപ്പയർ ഓഫ് എൻട്രോപ്പിയോൺ ആണ്, എക്സിഷൻ ടാസൽ വെഡ്ജും. നെക്സ്റ്റ് 67921 എന്ന് പറയുന്നത് റിപ്പയർ ഓഫ് എൻട്രോപ്പിയോൺ ആണ്. അപ്പോൾ എൻട്രോപ്പിയോൺ ആൻഡ് എക്ട്രോപ്പിയോൺ 2 കണ്ടീഷൻസ് ആണുള്ളത്. എക്ട്രോപ്പിയോൺ എന്ന് പറഞ്ഞാൽ ഐലിഡ് കേളിങ് ഔട്ട്സൈഡും എൻട്രോപ്പിയോൺ എന്ന് പറഞ്ഞാൽ ഐലിഡ് കേളിങ് ഇൻസൈഡും ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് എക്ട്രോപ്പിയോൺ ആണ്. അപ്പോൾ ഇത് രണ്ടും കൺഫ്യൂസ്ഡ് ആവരുത്. ഇപ്പോൾ നമുക്ക് ഓപ്ഷൻ ബിയിൽ ആദ്യത്തേൽ തന്നെ എക്ട്രോപ്പിയോൺ തന്നതുകൊണ്ട് ഓക്കെ, നമുക്ക് അതിൽ നിന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. പക്ഷേ ഈ ഒരു ഓപ്ഷൻ ബി എൻട്രോപ്പിയോണും ഡി എക്ട്രോപ്പിയോണും ആയിരുന്നെങ്കിൽ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് എക്ട്രോപ്പിയോൺ ആണോ എൻട്രോപ്പിയോൺ ആണോ എന്ന് കറക്റ്റായിട്ട് വായിച്ചിട്ട് മാത്രം ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം കേട്ടോ. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി 67916 modifier E4, 67914 modifier E2. Next question. This 66-year-old male has been diagnosed with a senile cataract of the posterior extracapsular and is scheduled for a cataract extraction by phacoemulsification of the right eye. The physician has taken the patient to the operating room to perform a posterior extracapsular cataract extraction with intraocular lens placement diffuse of the right eye. Options A 66982 right, B 66984 right, C 66983 RT and D 66830 RT. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലും റൈറ്റ് ആണ്. ഓപ്ഷൻസിൽ എല്ലാത്തിലും റൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് അതുവഴി എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ചില കേസുകളിൽ നമുക്കിപ്പോൾ ലെഫ്റ്റ് LT കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ഡയറക്റ്റ്ലി എലിമിനേറ്റ് ചെയ്യായിരുന്നു. കാരണം ഇവിടെ ക്വസ്റ്റ്യനിൽ റൈറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് എല്ലാത്തിലും റൈറ്റ് തന്നെയാണ് മോഡിഫയർ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് പേഷ്യൻറ്റിന് സെനൈൽ കാറ്ററാക്റ്റ് ആയിരുന്നു. അപ്പോൾ കാറ്ററാക്റ്റ് സർജറി ആണ് ഇവിടെ പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് കാറ്ററാക്റ്റ് സർജറി 2 ടൈപ്പാണ് വരുന്നത്. സിമ്പിൾ പ്രൊസീജിയറും ഉണ്ട്, കോംപ്ലക്സ് പ്രൊസീജിയറും ഉണ്ട്.
അപ്പോൾ ഈ കോംപ്ലക്സ് പ്രൊസീജിയറിൽ സർട്ടൻ വേർഡുകളും ടേംസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഐറിസ് എക്സ്പാൻഷൻ ഡിവൈസ് യൂസ് ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും കാറ്ററാക്ട് റിലേറ്റഡ് ആയിട്ട് പ്രൊസീജിയറിൻ്റെ കോഡുകൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ഈ പറയുന്ന സ്പെസിഫിക് വേർഡുകൾ അവിടെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ, അതായത് ഇത് കോംപ്ലക്സ് ആണോ സിമ്പിൾ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫിസിഷ്യൻ ഹാസ് ടേക്കൺ ദ പേഷ്യൻറ്റ് ടു ദി ഓപ്പറേറ്റിംഗ് റൂം ടു പെർഫോം എ പോസ്റ്റീരിയർ എക്സ്ട്രാ ക്യാപ്സുലാർ കാറ്ററാക്ട് എക്സ്ട്രാക്ഷൻ വിത്ത് ഇൻട്രാഓക്കുലാർ ലെൻസ് പ്ലേസ്മെൻറ്റ് ഡിഫ്യൂസ് ഓഫ് ദ റൈറ്റ് ഐ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് വേറെ എക്സ്ട്രാ ആയിട്ടുള്ള ഡിവൈസുകൾ യൂസ് ചെയ്തതായിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാത്തതുകൊണ്ട് തന്നെ ഇതൊരു സിമ്പിൾ പ്രൊസീജിയർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ 66982 എക്സ്ട്രാ ക്യാപ്സുലാർ കാറ്ററാക്ട് റിമൂവൽ വിത്ത് ഇൻസേർഷൻ ഓഫ് ഇൻട്രാഓക്കുലാർ ലെൻസ് പ്രോസ്തസിസ് മാനുവൽ ഓർ മെക്കാനിക്കൽ ടെക്നിക് complex requiring devices or techniques not generally used in routine cataract surgery. Example, iris expansion device, suture support for intraocular lens or primary posterior capsule or excess or performed on patients in the embryogenic developmental stage without endoscopic cycle of photocoagulation ആണ്. ഈ 66982 എന്ന് പറയുന്നത് കോംപ്ലക്സ് പ്രൊസീജിയർ ആണ്. ഇവിടെ ഐറിസ് എക്സ്പാൻഷൻ ഡിവൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഈ ഒരു ഡിവൈസ് മെക്കാനിക്കൽ ഡിവൈസ് യൂസ് ചെയ്തതായിട്ടൊന്നും പറയാത്തതുകൊണ്ട് തന്നെ നമുക്ക് കോംപ്ലക്സ് അല്ല, ഇത് സിമ്പിൾ ആണെന്ന് ഓൾറെഡി മനസ്സിലായതാണ്. ഇനി ഓപ്ഷൻ ബി നോക്കുക, 66984 ദാറ്റ് ഈസ് എക്സ്ട്രാ ക്യാപ്സുലാർ കാറ്ററാക്ട് റിമൂവൽ വിത്ത് ഇൻസേർഷൻ ഓഫ് ഇൻട്രാ ഓക്കുലാർ ലെൻസ് പ്രോസ്തസിസ് മാനുവൽ ഓർ മെക്കാനിക്കൽ ടെക്നിക്. എക്സാമ്പിൾ, ഇറിഗേഷൻ ആൻഡ് ആസ്പിറേഷൻ ഓഫ് ദി ഫാക്കോ ഇമൾസിഫിക്കേഷൻ വിത്തൗട്ട് എൻഡോസ്കോപ്പിക് സൈക്കിൾ ഓഫ് ഫോട്ടോകോആഗുലേഷൻ ആണ്. സോ നമുക്ക് ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടാണ് കിട്ടുക. എന്നാലും നമ്മൾ ഓപ്ഷൻ സിയും ഡിയും ചെക്ക് ചെയ്ത് നോക്കുക. ഓപ്ഷൻ സി എന്ന് പറയുന്നത് 66983 ആണ്. ദാറ്റ് ഈസ് ഇൻട്രാ ക്യാപ്സുലാർ കാറ്ററാക്ട് എക്സ്ട്രാക്ഷൻ വിത്ത് ഇൻസേർഷൻ ഓഫ് ഇൻട്രാ ഓക്കുലാർ ലെൻസ് പ്രോസ്തസിസ് ആണ്. പക്ഷേ ഇതിലെന്താണ്, ഇൻട്രാ ക്യാപ്സുലാർ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്, എക്സ്ട്രാ ക്യാപ്സുലാർ പ്രൊസീജിയർ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്യുക. ഇനി ഓപ്ഷൻ ഡി 66830 ആണ് പറഞ്ഞിട്ടുള്ളത്. 830 എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് സെക്കൻഡറി മെംബ്രേനിയസ് കാറ്ററാക്ട് വിത്ത് കോർണിയോസ്ക്ലീറൽ സെക്ഷൻ വിത്തൗട്ട് ഇറിഡക്ടമി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതുമില്ല നമ്മുടെ ആൻസർ. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി 66984 റൈറ്റ് RT. അപ്പോൾ നമ്മളെപ്പോഴും കാറ്ററാക്ട് പ്രൊസീജിയർ ആണ് ഇവിടെ പെർഫോം ചെയ്തതെന്ന് പറയുമ്പോൾ എക്സ്ട്രാ ക്യാപ്സുലാർ ആണെങ്കിൽ എപ്പോഴും നമുക്ക് രണ്ട് ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക, കോംപ്ലക്സ് അല്ലെങ്കിൽ സിമ്പിൾ. അപ്പോൾ ഈ രണ്ട് കോഡുകൾ 66982 984 എന്നുള്ള രണ്ട് കോഡുകൾ ബൈ ഹാർട്ട് തന്നെ വെച്ചേക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഏതെങ്കിലും എക്സാമിനൊക്കെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും. ഏതെങ്കിലും എന്ന് മീൻസ് ചില ആളുകൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ കോംപ്ലക്സ് ആയിരിക്കും, ചിലവർക്ക് അത് സിമ്പിൾ ആയിരിക്കും. അപ്പോൾ 82 ആണോ 84 ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എക്സ്ട്രാ ക്യാപ്സുലാർ ആണെങ്കിൽ. ഇനി ഇൻട്രാ ക്യാപ്സുലാറിന് നമുക്ക് വേറെ കോഡുകൾ അവൈലബിൾ ആണ്, അപ്പോൾ അത് നോക്കിയിട്ട് കോഡ് എടുത്താൽ മതി. Next question, an extracapsular cataract removal is performed on the right eye by manually using an iris expansion device to expand the pupil. A phaco emulsification unit was used to remove the nucleus and irrigation and aspiration was used to remove the residual cortex, allowing the insertion of the intraocular lens. What CPT code is reported? ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സ്ട്രാ ക്യാപ്സുലാർ കാറ്ററാക്ട് റിമൂവൽ വരുമ്പോൾ രണ്ട് ടൈപ്പാണ് വരിക, കോംപ്ലക്സ് ആൻഡ് സിമ്പിൾ പ്രൊസീജിയർ. ഇതിൽ ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഐറിസ് എക്സ്പാൻഷൻ ഡിവൈസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ഐറിസ് എക്സ്പാൻഷൻ ഡിവൈസ് എന്ന് കണ്ട അപ്പോൾ തന്നെ കൺഫേം ചെയ്യാം ഇതൊരു കോംപ്ലക്സ് പ്രൊസീജിയർ ആണ്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 66985 ആണ്. 985 എന്ന് പറയുന്നത് ഇൻസേർഷൻ ഓഫ് ഇൻട്രാ ഓക്കുലാർ ലെൻസ് പ്രോസ്തസിസ് ആണ്, നോട്ട് അസോസിയേറ്റഡ് വിത്ത് കൺകറൻറ്റ് കാറ്ററാക്ട് റിമൂവൽ ആണ്. സോ ഇൻട്രാ ഓക്കുലാർ അല്ല, നമുക്ക് എക്സ്ട്രാ ഓക്കുലാർ ആണ് ഇവിടെ പ്രൊസീജിയർ പറഞ്ഞിട്ടുള്ളത്. സോ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യുക. ഓപ്ഷൻ ബി 66984 ആണ്. ദാറ്റ് ഈസ് എക്സ്ട്രാ ക്യാപ്സുലാർ കാറ്ററാക്ട് റിമൂവൽ വിത്ത് ഇൻസേർഷൻ ഓഫ് ഇൻട്രാ ഓക്കുലാർ ലെൻസ് പ്രോസ്തസിസ് ഒക്കെയാണ്. ഇതൊരു സിമ്പിൾ പ്രൊസീജിയർ ആണ്.
ഇനി ഓപ്ഷൻ സി എന്ന് പറയുന്നത് 66982 ആണ്. അത് എക്സ്ട്രാ ക്യാപ്സുലാർ കാറ്ററാക്ട് റിമൂവൽ വിത്ത് ഇൻസേർഷൻ ഓഫ് ഇൻട്രാക്കുലർ ലെൻസ് പ്രോസ്തസിസ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ലൈനിൽ കൊടുത്തിട്ടുണ്ട് കോംപ്ലക്സ് റിക്വയറിംഗ് ഡിവൈസ് ഓഫ് ടെക്നിക്സ് നോട്ട് ജനറലി യൂസ്ഡ് ഇൻ റുട്ടീൻ കാറ്ററാക്ട് സർജറി, എക്സാമ്പിൾ ഐറിസ് എക്സ്പാൻഷൻ ഡിവൈസ്. ഈ ഒരു വേർഡ് കറക്റ്റ്ലി നമ്മുടെ കോഡ് ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി 66982. ഇനി ഓപ്ഷൻ ഡി ഇസ് 66983. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. ഇൻട്രാ ക്യാപ്സുലാർ കാറ്ററാക്ട് എക്സ്ട്രാക്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്ട്രാ ക്യാപ്സുലാർ ആണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി 66982. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് വന്നു. നമുക്ക് സിമ്പിൾ ആൻഡ് കോംപ്ലക്സിൻ്റെ നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് എങ്ങനെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2-year-old Hispanic male has a chalazion on both upper and lower lid of the right eye. He was placed under general anesthesia. With an 11 blade, the chalazion was incised and a small curette was then used to retrieve any granulomatous material on both lids. What code should be used for this procedure? Option A 67801, option B 67805, option C 67800, option D 67808. ഇവിടെ 2-year-old മെയിൽ ചൈൽഡ് വന്നിട്ടുള്ളത് ചെലാസിയോൺ ഓൺ ബോത്ത് അപ്പർ ആൻഡ് ലോവർ ലിഡ് ഓഫ് ദി റൈറ്റ് ഐ ആണ്. റൈറ്റ് ഐയുടെ അപ്പർ ആൻഡ് ലോവർ ലിഡിൽ ചെലാസിയോൺ ആണ്. ചെലാസിയോൺ എന്ന് പറയുന്നത് ബിഗ് സ്റ്റേ ആണ്. അപ്പം ഈ പേഷ്യൻറ്റിന് ജനറൽ അനസ്തീഷ്യ കൊടുത്തിട്ടാണ് ചെലാസിയോണെ ഇൻസൈസ് ചെയ്തതൊക്കെ. ഓക്കെ, അപ്പം നമ്മളിവിടെ കോഡ് ചെയ്യേണ്ടത് ഈ ചെലാസിയോൺ ആണ്. സോ ഓപ്ഷൻ എ നോക്കുകയാണെങ്കിൽ 67801, ദാറ്റ് ഈസ് എക്സിഷൻ ഓഫ് ചെലാസിയോൺ മൾട്ടിപ്പിൾ സെയിം ലിഡ് ആണ്. ഓപ്ഷൻ ബി 67805 എന്ന് പറയുന്നത് എക്സിഷൻ ഓഫ് ചെലാസിയോൺ മൾട്ടിപ്പിൾ ഡിഫറെൻറ്റ് ലിഡ്സ് ആണ്. ഓപ്ഷൻ സി 67800 എക്സിഷൻ ഓഫ് ചെലാസിയോൺ സിംഗിൾ. ഓപ്ഷൻ ഡി 67808 എന്ന് പറയുന്നത് എക്സിഷൻ ഓഫ് ചെലാസിയോൺ അണ്ടർ ജനറൽ അനസ്തീഷ്യ ആൻഡ് ഓർ റിക്വയറിംഗ് ഹോസ്പിറ്റലൈസേഷൻ സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് കോഡുകളിൽ നമുക്ക് നമ്പർ ഓഫ് ചെലാസിയോണും അത് ഏത് ലിഡിലാണ് എന്ന് ബേസ് ചെയ്തിട്ടാണ് കോഡുകൾ വരുന്നത്. സെയിം ലിഡിലാണ് മൾട്ടിപ്പിൾ ചെലാസിയോൺ ഉള്ളതെങ്കിൽ നമ്മൾ 67801 കൊടുക്കും. ഇനി ഡിഫറെൻറ്റ് ലിഡിലാണ് മൾട്ടിപ്പിൾ ചെലാസിയോൺ ഉള്ളതെങ്കിൽ നമ്മൾ 67805 ആണ് കൊടുക്കുക. പക്ഷേ ഇവിടെ നമുക്ക് ജനറൽ അനസ്തീഷ്യ കൊടുത്തിട്ടാണ് പേഷ്യൻറ്റിന് ചെലാസിയോൺ എക്സിഷൻ ചെയ്തിട്ടുള്ളത്. സോ 67808 ആണ് നമുക്കുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരുന്നത്. കാരണം എക്സിഷൻ ഓഫ് ചെലാസിയോൺ ആണ് അണ്ടർ ജനറൽ അനസ്തീഷ്യ. അത് സിംഗിൾ ആയാലും മൾട്ടിപ്പിൾ ആയാലും, അതിപ്പോൾ സിംഗിൾ ലിഡ് ആയാലും മൾട്ടിപ്പിൾ ലിഡ് ആയാലും സിംഗിൾ ചെലാസിയോൺ ആയാലും മൾട്ടിപ്പിൾ ചെലാസിയോൺ ആയാലും നമ്മൾ കോഡ് കൊടുക്കുക 67808 ആയിരിക്കും. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി. Next question, an infant born at 33 weeks underwent 5 photocoagulation treatments to both eyes due to retinopathy of prematurity at 6 months of age. The physician used an operating microscope during these procedures. These treatments occurred once per day for a defined treatment period of 5 days. How do you report all of these services? Option A 67229. ഓപ്ഷൻ ബിയിലും 67229, ഓപ്ഷൻ സിയിലും ഡിയിലും എല്ലാത്തിലും ഒരേ കോഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ഓപ്ഷൻ സിയിൽ മാത്രം 69990 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഡ് ഓൺ കോഡാണ്. ദാറ്റ് ഈസ് ദ കോഡ് ഫോർ ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പ്. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം സെയിം കോഡ് തന്നെയാണ് 67229 എന്ന് പറയുന്നത്. സോ ദ കോഡ് ഡിസ്ക്രിപ്ഷൻ ഇസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് എക്സ്റ്റെൻസീവ് ഓർ പ്രോഗ്രസീവ് റെറ്റിനോപ്പതി, 1 or more sessions, preterm infant less than 37 weeks of gestation at birth, performed from birth up to 1 year of age, example retinopathy of prematurity, photocoagulation or cryotherapy. ഇവിടെ നമുക്ക് കോഡിന് ചൂസ് ചെയ്യാനൊന്നുമില്ല, കാരണം എല്ലാ കോഡും സെയിം തന്നെയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് മോഡിഫയർ 50 ആണോ അപ്പൻഡ് ചെയ്യുന്നത്, *5 ആണോ കൊടുക്കേണ്ടത്, മൈക്രോസ്കോപ്പിൻ്റെ കാര്യമാണോ പറയേണ്ടത്, അതോ ഈ ഒരു കോഡ് മാത്രം കൊടുത്താൽ മതിയോ എന്നാണ് നോക്കേണ്ടത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻഫൻ്റ് ആണ്, 33 weeks ആണ്. സോ 5 photocoagulation treatments ബോത്ത് ഐസിലും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് ഒക്കർ ചെയ്തിട്ടുള്ളത് വൺസ് പെർ ഡേ ഫോർ എ ഡെഫൈൻഡ് ടൈം പീരീഡ് ഓഫ് 5 days ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാം പറയുന്നുണ്ട്.
അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൻ്റെ കോഡിൻ്റെ അണ്ടറിൽ, അതായത് 69990 എന്ന് പറയുന്ന ആഡ് ഓൺ കോഡിൻ്റെ മുകളിലായിട്ട് ഒരു ലിസ്റ്റ് ഓഫ് കോഡ് റേഞ്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു റേഞ്ച് ഓഫ് കോഡുകളിൽ 67229 ഉണ്ടോ എന്ന് നോക്കുക. ആ ഒരു കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം 65091 to 68850 വരെ ഈ ഒരു കോഡ് ഇൻക്ലൂഡഡ് ആണ്. അപ്പം അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന കോഡാണ് 67229 എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൻ്റെ ആഡ് ഓൺ കോഡും കൂടി കൊടുക്കേണ്ട കാര്യമില്ല, ഓൾറെഡി ബണ്ടിൽഡ് ആണ്. സോ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഒരു 5 days ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്, അത് × 5 കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നോക്കുക. കോഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് 1 or more സെഷൻസ് എന്നാണ്. അതായത് ഒരു സെഷൻ ആയാലും മൾട്ടിപ്പിൾ സെഷൻ ആയാലും നമ്മൾ 67229 മാത്രം കൊടുത്താൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഓപ്ഷൻ എയിലെ മോഡിഫയർ 50യുടെ കാര്യം നോക്കാം. അപ്പോൾ 67229 എന്ന് പറയുന്ന കോഡിൻ്റെ തൊട്ട് താഴെ ബ്രാക്കറ്റിൽ നോട്ട് കൊടുത്തിട്ടുണ്ട്, ഫോർ ബൈലാറ്ററൽ പ്രൊസീജിയർ യൂസ് മോഡിഫയർ 50 വിത്ത് 67229. അപ്പോൾ ഇവിടെ ബോത്ത് ഐസിലും പെർഫോം ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ബൈലാറ്ററൽ പ്രൊസീജിയർ ആണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ 67229 മോഡിഫയർ 50. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫിസിഷ്യൻ റിപ്പയർസ് എ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് ബൈ ഡിപ്രസിംഗ് എ ഹോട്ട് probe over the outer layer of the eyeball to seal the choroid to the retina. A scleral buckle is placed around the eyeball to support the healing scar. What code captures the service? അതായത് ഇവിടെ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ റിപ്പയർ ആണ് നടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഹോട്ട് പ്രോബ് ഔട്ടർ ലെയർ ഓഫ് ദി ഐബോളിൽ ഡിപ്രസ് ചെയ്യുന്നുണ്ട്, കൊറോയിഡ് തൊട്ട് റെറ്റിന വരെ സീൽ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ സ്ക്ലീറൽ ബക്കിളും യൂസ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. സോ ഇനി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 67101, ഓപ്ഷൻ ബി 67015, ഓപ്ഷൻ സി 67105 and option D 67107. Option A 67101, that is repair of retinal detachment including drainage of subretinal fluid when performed cryotherapy ആണ്. Option B 67015, that is aspiration or release of vitreous subretinal or choroidal fluid pars plana approach. Option C 67105, that is repair of retinal detachment including drainage of subretinal fluid when performed photocoagulation ആണ്. Option D 67101, that is repair of retinal detachment, scleral buckling such as lamellar scleral dissection, imbrication or encircling procedure including when performed implant cryotherapy, photocoagulation and drainage of subretinal fluid. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻ ബി 67015 എന്ന് പറയുന്നത് ആസ്പിറേഷൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. സോ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബാക്കി 3 കോഡുകൾ എന്ന് പറയുന്നത് റിപ്പയർ ഓഫ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് തന്നെയാണ് പറയുന്നതെങ്കിലും ഓപ്ഷൻ ഡി 67107 നമുക്ക് സ്ക്ലീറൽ ബക്ലിങ്ങിൻ്റെ ഒക്കെ കേസ് പറയുന്നത്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി 67107. അപ്പോൾ ഇവിടെ റിപ്പയർ ഓഫ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്, സ്ക്ലീറൽ ബക്ലി യൂസ് ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Fred, a 45-year-old patient, suffered a profound hearing loss due to an industrial accident and had a cochlear device implanted without a mastoidectomy. The surgeon used an operating microscope during this procedure. What are the correct codes for this service? ഇവിടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസിലെല്ലാം സെയിം കോഡുകളാണ്. പിന്നെ ഓപ്ഷൻ സിയിലും ഡിയിലും നമുക്ക് ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൻ്റെ കോഡും കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 45-year-old ആയിട്ടുള്ള പേഷ്യൻറ്റിന് ഒരു ഹിയറിംഗ് ലോസ് ആണ് വന്നിട്ടുള്ളത് ഒരു ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ് കാരണം. അപ്പോൾ പേഷ്യൻറ്റിന് മാസ്റ്റോയിഡക്ടമി ചെയ്യാതെ തന്നെ കോക്ലിയർ ഡിവൈസ് ഇംപ്ലാന്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൊസീജിയറിലും ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ടുമുണ്ട്. ഇനി ഇതിലെ 69930 എന്ന് പറയുന്നത് കോക്ലിയർ ഡിവൈസ് ഇംപ്ലാന്റേഷൻ വിത്ത് ഓർ വിത്തൗട്ട് മാസ്റ്റോയിഡക്ടമി ആണ്. അപ്പോൾ കോക്ലിയർ ഡിവൈസ് ഇംപ്ലാന്റേഷൻ ആണ്. അതിപ്പോൾ മാസ്റ്റോയിഡക്ടമി ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ സെയിം കോഡ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ നോക്കേണ്ടത് ഓപ്ഷൻസിലേക്കാണ്. ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇവിടെ നമുക്കൊരു മോഡിഫയർ 50 അപ്പൻഡ് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. മോഡിഫയർ 50 എന്ന് പറയുന്നത് ബൈലാറ്ററൽ പ്രൊസീജിയർ ആണ്. ഇവിടെ നമുക്ക് പ്രൊസീജിയർ ബൈലാറ്ററലി ചെയ്ത കാര്യമൊന്നും പറയുന്നില്ല.
കോക്ലിയർ ഡിവൈസ് ഇംപ്ലാന്റ് ചെയ്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ നമുക്ക് ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം. കാരണം ഇവിടെ ബൈലാറ്ററലി ചെയ്തോ 2 ഇയറിലാണോ 1 ഇയറിലാണോ എന്നൊന്നും നമ്മളോട് പറയുന്നില്ല. ഇനി ഓപ്ഷൻ സിയും ഡിയും നോക്കുമ്പോൾ നമുക്ക് കോക്ലിയർ ഇംപ്ലാന്റിൻ്റെ കോഡും ഉണ്ട്, അതുപോലെ ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൻ്റെ കോഡും ഉണ്ട്. ഈ ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഒരു ആഡ് ഓൺ കോഡാണ്, ഈ 69990 എന്ന് പറയുന്നത്. ആഡ് ഓൺ കോഡിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും മോഡിഫയേഴ്സ് അപ്പെൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാം. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൻ്റെ കോഡ് ഈ ഒരു 69930 എന്ന് പറയുന്ന പ്രൊസീജിയറിൽ ഇൻക്ലൂഡഡ് ആണോ, അതായത് യൂസ് ഓഫ് ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പ് ഈ ഒരു പ്രൊസീജിയറിൽ ബണ്ടിൽഡ് ആണോ എന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ഒരു 69990 എന്ന് പറയുന്നതിൻ്റെ മുകളിലുള്ള ഒരു കോഡ് റേഞ്ചുകൾ നോക്കുക. അവിടെ 69930 വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം അത് വരുന്നില്ല. ഓക്കെ, നമുക്ക് 68850 വരെയാണ് ഈ കോഡിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ ബണ്ടിൽഡ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി എടുക്കാം, 69930 69990. സോ ദി ആൻസർ ഇസ് സി. ഓപ്ഷൻ എയിൽ നമുക്ക് 69930 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തതിനുള്ള പേയ്മെൻറ്റ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൻ്റെ കോഡും കൂടി കൊടുക്കണം. സോ ആൻസർ ഇസ് സി. Next question, a physician removed lens material for a cataract patient using an intracapsular technique and injected saline to restore intraocular pressure. What codes correctly capture the services? അപ്പോൾ നമ്മൾ കാറ്ററാക്ട് പ്രൊസീജിയർ ആകുമ്പോൾ എപ്പോഴും നോക്കേണ്ടത് ഇൻട്രാ ക്യാപ്സുലാർ ആണോ എക്സ്ട്രാ ക്യാപ്സുലാർ ആണോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇൻട്രാ ക്യാപ്സുലാർ ടെക്നിക്കാണ്. ഇനി ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ, ബി, സി, ഡിയിൽ നമുക്ക് എയും ഡിയിലും ഫസ്റ്റത്തെ കോഡ് സെയിം ആണ്, ബിയിലും സിയിലും ഫസ്റ്റത്തെ കോഡ് സെയിം ആണ്. 66930 എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ലെൻസ് മെറ്റീരിയൽ ഇൻട്രാ ക്യാപ്സുലാർ ഫോർ ഡിസ്ലൊക്കേറ്റഡ് ലെൻസ് ആണ്. 66920 എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ലെൻസ് മെറ്റീരിയൽ ഇൻട്രാ ക്യാപ്സുലാർ ആണ്. ഇനി ഒരു കോഡും കൂടി ഉണ്ട്, 66020, ദാറ്റ് ഈസ് ഇഞ്ചക്ഷൻ ആൻറ്റീരിയർ ചേംബർ ഓഫ് ഐ, സെപ്പറേറ്റ് പ്രൊസീജിയർ, എയർ ഓർ ലിക്വിഡ് ആണ്. അതായത് ഈ 66020 എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് പ്രൊസീജിയർ ആണ്. സെപ്പറേറ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അത് ഒറ്റയ്ക്ക് പെർഫോം ചെയ്താൽ, ഈ ഒരു പ്രൊസീജിയർ ഒറ്റയ്ക്ക് പെർഫോം ചെയ്താൽ മാത്രമേ നമ്മൾ കോഡ് ചെയ്യുള്ളൂ. വേറൊരു കോഡിൻ്റെ കൂടെ അല്ലെങ്കിൽ വേറൊരു പ്രൊസീജിയറിൻ്റെ കൂടെ ഒന്നും നമ്മൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മളത് സ്പെഷ്യലി കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഓൾറെഡി ബണ്ടിൽഡ് ആയിരിക്കും. സോ ഓപ്ഷൻ സിയും ഡിയും നമുക്ക് അപ്പോൾ തന്നെ എലിമിനേറ്റ് ചെയ്യാം, കാരണം ഒരു സെപ്പറേറ്റ് പ്രൊസീജിയർ വേറൊരു പ്രൊസീജിയറിൻ്റെ കൂടെ നമ്മൾ കോഡ് ചെയ്യില്ല. ഇനി ഓപ്ഷൻ എയും ബിയും നോക്കാം. ഇനി എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരെണ്ണത്തിൽ റിമൂവൽ ഓഫ് ലെൻസ് മെറ്റീരിയൽ ഫോർ ഡിസ്ലൊക്കേറ്റഡ് ലെൻസ് ആണ്, ഇൻട്രാ ക്യാപ്സുലാർ തന്നെയാണ്. ഒരെണ്ണത്തിൽ റിമൂവൽ ഓഫ് ലെൻസ് മെറ്റീരിയൽ ഇൻട്രാ ക്യാപ്സുലാർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്ലൊക്കേറ്റഡ് ലെൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് എടുക്കേണ്ടത്, 66920, ദാറ്റ് ഈസ് റിമൂവൽ ഓഫ് ലെൻസ് മെറ്റീരിയൽ ഇൻട്രാ ക്യാപ്സുലാർ. Next question, a physician obtains corneal tissue from an eye bank and sizes the tissue for transplant. The physician then performs a lamellar keratoplasty. He removes the anterior layer of the diseased cornea and replaces it with the prepared donor tissue. What are the correct code for this services? Option A 65710, option B 65755, option C 65426, 20926, modifier 62, option D 65710, 68371. സോ ഇവിടെ ഫിസിഷ്യൻ ഒരു കോർണിയൽ ടിഷ്യൂവിനെ ഐ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് അതിനെ സൈസ് ചെയ്ത് ടിഷ്യൂവിനെ ട്രാൻസ്പ്ലാന്റേഷന് റെഡിയാക്കി, അത് കഴിഞ്ഞിട്ട് ഒരു ലെമല്ലാർ കെറാറ്റോപ്ലാസ്റ്റി പെർഫോം ചെയ്തു. പിന്നെ ആൻറ്റീരിയർ ലെയർ ഓഫ് ദ ഡിസീസ്ഡ് കോർണിയനെ റീപ്ലേസ് ചെയ്ത് അതിനെ ഡോണർ ടിഷ്യൂ പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ സിയിൽ മോഡിഫയർ 62 കൊടുത്തിട്ടുള്ളത് കാണാം. 62 എന്ന് പറയുന്നത് 2 സർജൻസ് ആണ്. വെൻ 2 സർജൻസ് പെർഫോം ഈക്വലി ഇമ്പോർട്ടൻറ്റ് പ്രൊസീജിയർ അറ്റ് ദ സെയിം ടൈം ആണ് നമ്മൾ ഈ ഒരു മോഡിഫയർ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ആകെ ഒരു ഫിസിഷ്യൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സി ഡയറക്റ്റ്ലി എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ലെമല്ലാർ കെറാറ്റോപ്ലാസ്റ്റി ആണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി നമ്മൾ ഓപ്ഷൻസ് നോക്കുക.
ഓപ്ഷൻ എ എന്ന് പറയുന്നത് 65710 കെരാറ്റോപ്ലാസ്റ്റി ആൻറ്റീരിയർ ലമെല്ലാർ ആണ്. ഓപ്ഷൻ ബി 65755 ആണ്, ദാറ്റ് ഇസ് കെരാറ്റോപ്ലാസ്റ്റി പെനിട്രേറ്റിംഗ് ആണ്. ആൻഡ് ഓപ്ഷൻ ഡി 65710 തന്നെയാണ് ഫസ്റ്റ് കോഡ്. സെക്കൻഡ് കോഡ് 68371, ദാറ്റ് ഇസ് ഹാർവെസ്റ്റിംഗ് കൺജങ്ക്റ്റൈവൽ അലോഗ്രാഫ്റ്റ് ലിവിങ് ഡോണർ. അതായത് ഹാർവെസ്റ്റിങ്ങിൻ്റെ ഒക്കെ കോഡാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു കെരാറ്റോപ്ലാസ്റ്റി ഏരിയയിൽ നമുക്ക് ആ ഒരു കെരാറ്റോപ്ലാസ്റ്റി ഹെഡിങ്ങിൻ്റെ താഴെ ഒരു പാരഗ്രാഫ് കാണാം. കോർണിയൽ ട്രാൻസ്പ്ലാന്റ് ഇൻക്ലൂഡ്സ് യൂസ് ഓഫ് fresh or preserved graft. The preparation of donor material is included for penetrating or anterior lamellar keratoplasty but reported separately for endothelial keratoplasty. അതായത് കോർണിയൽ ട്രാൻസ്പ്ലാന്റ് കെരാറ്റോപ്ലാസ്റ്റി പ്രൊസീജിയേഴ്സിൽ ഫ്രഷ് ഓർ പ്രിസർവ്ഡ് ഗ്രാഫ്റ്റിൻ്റെ ഒക്കെ യൂസ് ഒക്കെ ഓൾറെഡി ബണ്ടിൽഡ് ആണ്. അതുപോലെ തന്നെ ആൻറ്റീരിയർ ലമെല്ലാർ കെരാറ്റോപ്ലാസ്റ്റിയും പെനിട്രേറ്റിംഗ് കെരാറ്റോപ്ലാസ്റ്റിയിലും ഡോണർ മെറ്റീരിയലിൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ പറയുകയാണെങ്കിൽ അതെല്ലാം ആ ഒരു കോഡുകളിൽ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറയുന്നത്. ഇനി എൻഡോത്തീരിയൽ കെരാറ്റോപ്ലാസ്റ്റി ആണെങ്കിൽ നമ്മളത് സെപ്പറേറ്റ് റിപ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ആഡ് ഓൺ കോഡും പ്രസൻ്റ് ആണ്. 65757 എന്നുള്ള ഒരു ആഡ് ഓൺ കോഡും അവിടെ പ്രസൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ലമെല്ലാർ കെരാറ്റോപ്ലാസ്റ്റി ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഈ ഒരു ഫിസിഷ്യൻ ചെയ്തിട്ടുള്ളത് ഐ ബാങ്കിൽ നിന്ന് കോർണിയൽ ടിഷ്യൂ എടുത്ത് അതിനെ സൈസ് ചെയ്യും, ട്രാൻസ്പ്ലാന്റേഷന് റെഡിയാക്കുകയൊക്കെ ചെയ്തു. പിന്നെ ആ ഒരു ഡോണർ ടിഷ്യൂവിനെ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലമെല്ലാർ കെരാറ്റോപ്ലാസ്റ്റിയുടെ കേസിൽ ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ നമുക്ക് ആ ഒരു ലമെല്ലാർ കെരാറ്റോപ്ലാസ്റ്റിയുടെ കോഡ് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ 65710 കെരാറ്റോപ്ലാസ്റ്റി ആൻറ്റീരിയർ ലമെല്ലാർ. സോ താങ്ക് യു. ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് മീ ത്രൂ മൈ ഇൻസ്റ്റ ID മെഡിക്കൽ കോഡ് സർട്ടിഫൈഡ്. താങ്ക് യു.